എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിൽ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ 6ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അവരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ പെട്ടുപോകുമെന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം നമ്മൾ എല്ലാ സെമസ്റ്ററിൻ്റെ കേസിലും ഇപ്പോൾ 6ാം സെമസ്റ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാർച്ച് മാസം 13-നാണ് പരീക്ഷ തുടങ്ങുന്നത്. പരീക്ഷയ്ക്കിടയ്ക്ക് കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സെറ്റ് ലഭ്യമാണ്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ സെമസ്റ്ററിൻ്റെ കേസിലും വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പം 6ാം സെമസ്റ്ററിൻ്റെ മാത്രമല്ല ഏതൊരു സെമസ്റ്ററിൻ്റെ കേസ് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്താലും പരീക്ഷയ്ക്കിടയ്ക്ക് കാര്യമായ രീതിയിൽ ഗ്യാപ്പില്ല എന്നുള്ളത് ഏത് സെമസ്റ്ററിൻ്റെ കാര്യം എടുത്താലും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം തന്നെയാണ്. പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പില്ലാത്തൊരു പ്രശ്നം തന്നെ. ഇത് തീർച്ചയായും നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നമാണ്. കാരണം ഇന്നൊരു പരീക്ഷ കഴിഞ്ഞാൽ ഒന്നരാടം ഇടപെട്ടാണ് പരീക്ഷ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒന്നരാടം പരീക്ഷ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മാത്രമേ ഗ്യാപ്പ് വരുന്നുള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറേ കാലങ്ങളായി വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിലും വേണ്ട കാര്യങ്ങളൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും പഠിച്ചു മുന്നോട്ട് പോകുക. 6ാം സെമസ്റ്റർ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 5 സെമസ്റ്റർ പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കുകയും 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും 6ാം സെമസ്റ്റർ എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ 6ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ഇയർ പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 5 സെമസ്റ്റർ വിജയകരമായി പൂർത്തീകരിച്ചു. ഇനി 6ാം സെമസ്റ്റർ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 6ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ 1 വർഷം നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരും. നിങ്ങളുടെ ജൂനിയേഴ്സ് വരുന്നവരെ 1 വർഷം, ഇത് ഈ മാസം മാർച്ചിലാണ് പരീക്ഷയെങ്കിൽ അടുത്ത മാർച്ച് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ 1 വർഷം നിങ്ങളുടെ 1 ഇയർ പോകുമെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും പറയാനുള്ളത്, ഇന്ന് ഫെബ്രുവരി മാസം, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. മാർച്ച് മാസം 13-നാണ് പരീക്ഷകൾ ആരംഭിക്കുക. തീർച്ചയായും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം പരീക്ഷ എഴുതുക. ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല മാർക്ക്, നല്ല ഫുൾ മാർക്കൊക്കെ എടുക്കേണ്ടവർ അങ്ങനെ പഠിച്ചോളുക. ഇനിയിപ്പോൾ ജസ്റ്റ് ജയിച്ചാൽ മതി എന്നുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ജസ്റ്റ് ജയിക്കാനുള്ളതെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോകാനുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കുക. കാരണം എങ്ങനെയെങ്കിലും ജയിക്കുക. പ്രത്യേകിച്ച് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിനി ചാൻസ് ഇല്ല. നിങ്ങളുടെ അവസാന ചാൻസാണ്. ഈ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ 6ാം സെമസ്റ്ററിൽ വീണ്ടും സപ്ലി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഗൗരവമായിട്ട് കാണണം. അപ്പോൾ 2021 അഡ്മിഷൻ വിദ്യാർത്ഥികൾ 22, 23 ഒക്കെ ഗൗരവമായിട്ട് കാണേണ്ടെന്നല്ല, നിങ്ങളും ഗൗരവമായിട്ട് കാണുക. പെട്ടെന്ന് തന്നെ പാസ്സായി പോകുക. പക്ഷേ നിങ്ങൾക്കിനിയും ചാൻസസ് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. 2021, 22, 23. പക്ഷേ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി ചാൻസ് ഇല്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും പരീക്ഷ ഗൗരവമായിട്ട് കാണുക. പരീക്ഷയുടെ ഇടയ്ക്ക് കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ പഠിച്ച് മുന്നേറുക. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, പാസ്സാകാനുള്ളതെങ്കിലും പഠിച്ചിട്ട് പോകുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാസ്സാകാനുള്ളതെങ്കിലും പ്രധാനമായും എഴുതി വെക്കുക. തീർച്ചയായും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് തരാം. അതിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇട്ട് അറിയിക്കുക. അപ്പോൾ പുതിയ കാണുന്ന